ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. കഴിഞ്ഞ മാസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഡെലിവറി കഴിഞ്ഞുള്ള വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് അതിൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 81.9 ആണ്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ അതിൻ്റെ അപ്ഡേറ്റ്, ഇന്ന് എൻ്റെ വെയിറ്റ് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ 1 മന്ത് ഡയറ്റ് ചെയ്തത്, ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ പോയത്, അല്ല ഓഫ് ട്രാക്കിൽ വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. ഇപ്പോൾ എൻ്റെ വെയിറ്റ് എന്താണെന്നുള്ളതും പറയാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ആദ്യം കാണുക. ബിക്കോസ് ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്തത്, എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ആദ്യം കാണണം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാൻ 81.9 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 5-6 ഡേയ്സ് നല്ല രീതിക്ക് പോയി, നല്ല രീതിക്ക് ഡയറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ കുറേ ദിവസത്തിന് ശേഷം തുടങ്ങുന്നതായതുകൊണ്ട് വലിയ ക്രേവിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ലാണ്ട് ഒരു 6-7 ഡേയ്സ് വരെയും പോയി. അപ്പോഴത്തേക്കാണ് ഇവിടെ പൊങ്കൽ വന്നത്. ഞങ്ങൾ ചെന്നൈയിലാണ് താമസം. അപ്പോൾ ഇവിടെ പൊങ്കൽ ഭയങ്കര സെലിബ്രേഷൻ ആണല്ലോ, ഓണം പോലെ തന്നെയാണ് പൊങ്കലും. അപ്പോൾ ഒരുപാട് സ്വീറ്റ്സൊക്കെ പല സ്ഥലത്തു നിന്നും കിട്ടി. ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ പൊങ്കലൊക്കെ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തന്നു. അത് പായസം കേട്ടോ, പൊങ്കലെന്ന് പറയുന്ന പായസം. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് തന്നു. അപ്പോൾ ഇതൊന്നും റെസിസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെന്ന് വെച്ചാൽ പൊതുവേ എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ വീട്ടിലിവിടെ വേറെ ആരുമില്ല, ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ. അപ്പം കുഞ്ഞു കഴിക്കത്തില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കഴിക്കത്തുള്ളൂ. ഹസ്ബൻഡിനാണെങ്കിൽ സ്വീറ്റ്സ് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇത് കളയാനും മനസ്സില്ല, വേറെ ആർക്കും കൊടുക്കാനും മനസ്സില്ല. ഞാൻ തന്നെ കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ 2 വലിയ കരിമ്പ് കഴിച്ചു. ഇതൊക്കെ എന്നാന്ന് പറയാം, 14th 15th ആ സമയത്താട്ടോ, ജാനുവരി 14-15 പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പൊങ്കലല്ലേ, നിനക്ക് സ്വീറ്റ്സ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞു. എന്തായാലും 2 ദിവസത്തേക്ക് നീ അതൊന്നും ഡയറ്റൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഒരു പാമ്പർ ചെയ്യുന്നൊരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ അതും എടുത്ത് കഴിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഓഫ് ട്രാക്കിൽ പോയി. ഈ ആദ്യത്തെ ഒരാഴ്ച 6 ദിവസമൊക്കെ ഡയറ്റ് ചെയ്തപ്പോൾ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ നോക്കിയതേ ഇല്ല. കാര്യം ഒരു 2 ആഴ്ചയിൽ ഒരിക്കൽ നോക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അവിടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ 14-15 നല്ല പോലെ കഴിച്ചു, ഒരുപാട് സ്വീറ്റ്സ് കഴിച്ചു, പുറത്ത് പോയി കഴിച്ചു. 2 ദിവസത്തിൽ ഞാൻ നിർത്തിയില്ല. വീണ്ടും ഒരു 15th ഞങ്ങൾ ഇവിടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയി. അപ്പോൾ അത് തീർക്കാനായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കഴിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കഴിച്ചു. ഒരു 18th മോർണിംഗ് ആയപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരു മിനിമം ഒരു 2 കിലോയെങ്കിലും കുറയണ്ടേ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇടാനായിട്ടല്ലേ, നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പോഴാണ് പേടി വരുന്നത്. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇനി 2 ആഴ്ചയുണ്ട്, ഈ 2 ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം, എന്നിട്ട് എന്താണോ വെയിറ്റ് കുറയുന്നത് നമുക്ക് സമ്മതിക്കാം, ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുള്ളത് സമ്മതിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് 18th മുതൽ വളരെ കാര്യമായിട്ട് ഞാൻ ഡയറ്റ് ചെയ്തു. അതായത് റൈസൊക്കെ നല്ല രീതിക്ക് കുറച്ചു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ് ഷുഗറും കട്ട് ചെയ്തു. ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് തുടങ്ങി, വെള്ളം ഒരുപാട് കുടിച്ചു. അതുപോലെ തന്നെ മൈദയിലുണ്ടാക്കി ഒന്നും കഴിച്ചില്ല. ഒരു ദിവസം ഞാൻ കട്ട്ലറ്റ് കഴിച്ചായിരുന്നു വൈകിട്ട് ചായയുടെ കൂടെ. അതല്ലാണ്ട് ഫ്രൈഡ് ഐറ്റംസ് വേറെ ഒന്നും തന്നെ കഴിച്ചില്ല. എനിക്കാണെങ്കിൽ മാഗിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഐറ്റം പോലും ഒന്നും തൊട്ടില്ല. എന്തിഷ്ടമാണെങ്കിലും ശരി, ഇനി ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നത് February 4th എടുത്ത വെയിറ്റാണ്. 5 കിലോയും ഒരു ഇച്ചിരിയും കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർത്തു, ഈ 2 ആഴ്ച ഇത്രയും നന്നായിട്ട് ഡയറ്റ് ചെയ്തപ്പം ഇതാണ് ഡിഫറൻസ് എങ്കിൽ, ആ ഒരു മാസം നല്ലോണം ഡയറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നേനെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കതിന് പറ്റിയില്ല. ഞാൻ ഒരുപാട് ഓഫ് ട്രാക്കിൽ പോയി ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് കഴിച്ചു. പൊതുവേ കഴിക്കുന്നതിൽ കൂടുതലൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യത്തെ ഒരു 6 ഡേയ്സ് നല്ലോണം ഡയറ്റ് ചെയ്തപ്പം 1 കിലോ എങ്കിലും കുറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് കഴിച്ചിട്ടും എൻ്റെ വെയിറ്റ് കൂടിയിട്ടില്ലായിരുന്നു. ഞാൻ 18th സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻ്റെ വെയിറ്റ് 81 തന്നെയായിരുന്നു, 82 പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത മാസത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കണോ. ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് യൂട്യൂബിൽ നോക്കുക. ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് വലുതായി പോകും. സോ അതുകൊണ്ട് ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വർക്കായോ എന്നുള്ളത് അടുത്ത മാസം ഞാൻ പറയാം. ഇപ്പോൾ 1 മാസം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം. എന്തെങ്കിലും ഡിഫറൻസ് അത് കാരണമുണ്ടോ എന്നുള്ളതും പറയാം. അപ്പോൾ ഞാൻ 16:8 വിൻഡോ ആണ് ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പറ്റുന്ന ദിവസങ്ങളിൽ 18:6
ചിലപ്പോൾ ചെയ്യും. ബിക്കോസ് എനിക്ക് കുറേ സമയമൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ 18:6 ചെയ്യാം. അതല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ 16:8 തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം എന്തെങ്കിലും അത് കാരണം ഒരു ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. സോ അടുത്ത മാസത്തെ പ്ലാൻ ഇതാണ്. പിന്നെ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഷുഗർ കഴിക്കുന്നില്ല, മൈദ കഴിക്കുന്നില്ല, ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നില്ല. ചോറിൻ്റെ അളവ് ഞാൻ ചിലപ്പോൾ ചോറ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും, അതല്ലെങ്കിൽ ചോറിൻ്റെ അളവ് കുറച്ച് തന്നെ നിർത്തും. പിന്നെ എനിക്ക് 10,000 സ്റ്റെപ്പൊക്കെ നടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി ഞാൻ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ സാധിക്കില്ല. ബിക്കോസ് ഇവിടെ കുഞ്ഞിനെയും നോക്കി വീട്ടുകാരിയൊക്കെ നോക്കി ഈ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തനിച്ചിത് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ എനിക്ക് 10,000 സ്റ്റെപ്പൊക്കെ നടക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ വീഡിയോയിൽ വേണമെങ്കിൽ പറഞ്ഞിട്ടൊക്കെ പോകാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഡെയിലി ഒരു 5,000 സ്റ്റെപ്പ് എങ്കിലും നടക്കാനായിട്ട് ശ്രമിക്കും. എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിയുമ്പോൾ തന്നെ എനിക്കൊരു 3,000 സ്റ്റെപ്പ് പെർ ഡേ വരുന്നുണ്ട്. പിന്നെ ഒരു 2,000 കൂടെ അല്ലേ ഉള്ളൂ, അത് എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ 10,000 സ്റ്റെപ്പ് ഒരു ദിവസം നടക്കുക, അല്ലെങ്കിൽ എക്സസൈസൊക്കെ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതല്ലാണ്ട് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നൊരു മദറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുക, അവരോട് അഡ്വൈസ് ചോദിക്കുക, ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തോട്ടെ എന്നുള്ളത് ചോദിക്കുക. ബിക്കോസ് ഫാസ്റ്റിങ്ങും ഒക്കെ ചെയ്ത് ഫുഡും ഒക്കെ കുറയ്ക്കുമ്പോഴത്തേക്ക് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ കുറഞ്ഞു പോകും. നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമുള്ള മിൽക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു വലിയ പ്രശ്നവും. സോ അത് ചെയ്യാണ്ടിരിക്കുക. അതിന് പകരം നിങ്ങൾക്ക് എക്സസൈസൊക്കെ നിങ്ങളുടെ ഡയറ്റിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. സോ ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു. ഈ മാസവും ഞാൻ എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഡയറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 5,000 സ്റ്റെപ്സും നടക്കാമെന്ന് വിചാരിച്ചു. സോ ഫെബ്രുവരി മന്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ മാർച്ച് ഫസ്റ്റ് വീക്കിൽ പോസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണ് സംഭവിച്ചത്, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടായിരുന്നു, എത്ര വെയിറ്റ് ലോസ് ആണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാർച്ചിൽ ഫസ്റ്റ് വീക്കിൽ പോസ്റ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.